ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു മൂവിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന മൂവി എന്ന് പറയുന്നത് റിയൽ ലൈഫിലെ ഇൻസിഡന്റുമായിട്ട് ബേസ് ചെയ്തൊരു മൂവിയാണ് കേട്ടോ. വീഡിയോ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ചെറിയ ഡിസ്ക്ലൈമർ ഉണ്ട് കേട്ടോ. അതായത് പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവായിട്ട് ഈ ഒരു മൂവി കാണാണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു വീഡിയോ കാണാണ്ടിരിക്കുക. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും പകലിരുന്ന് കാണാൻ ശ്രമിക്കുക. കാര്യം അത്തരത്തിലുള്ള കുറേയധികം എലമെന്റ്സ് ഈ ഒരു മൂവിയിൽ ഉണ്ടെന്നുള്ള കാര്യമാണ്. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മൂവി റിയൽ ലൈഫിലെ ഇൻസിഡന്റിന് ബേസ് ചെയ്ത മൂവിയാണ്. സോ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഈ ഒരു മൂവി കാണാനായിട്ട് കേട്ടോ. ഒരു സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ഒരു മൗണ്ടൻ കയറാൻ വേണ്ടി ട്രക്കിങ്ങിന് പോവുകയാണ്. ആ ഒരു ട്രക്കിങ്ങിനിടയിൽ അവർക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു മൗണ്ടൻ കയറുന്നതിനിടയിൽ അവർ കാണുന്ന പല പല വിചിത്രമായ കാഴ്ചകൾ, ഇതൊക്കെയാണ് ഈ ഒരു മൂവിയിൽ കാണിച്ചു പോകുന്നത്. ഇതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ കിളി പാറും. അത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ ഈ ഒരു മൂവിയിലുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു മൂവി ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ മൂവിയിലോട്ട് പോകാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. മൂവിയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് നമ്മുടെ സിനിമയിലെ നായികമാരായിട്ടുള്ള മായനെ ഇതേനെയാണ്. അവർക്കിപ്പോൾ സ്കൂൾ ലീവ് ആയതുകൊണ്ട് തന്നെ അവർക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിട്ടൊന്ന് എൻജോയ് ചെയ്യാനുള്ള പ്ലാനിലൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവർ മാക്സിമം എൻജോയിനായിട്ട് പുറത്തൊക്കെ പോകുന്നുണ്ട്, ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്, പിന്നെ കുറേ പേര് വായി നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കഴിഞ്ഞ് അവർ തിരിച്ച് റൂമിലോട്ട് വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, അയ്യോ നമ്മുടെ സ്കൂളിൻ്റെ ലീവൊക്കെ തീരാറായി, ഇപ്പോൾ ഉടനെ തന്നെ സ്കൂളൊക്കെ തുറക്കും, അപ്പോൾ നമുക്ക് എങ്ങോട്ടേലും ഒന്നുകൂടി പോയാലും ആലോചിക്കുകയാണ്. അതായത് അടുത്തുള്ള നമ്മുടെ റിലേറ്റീവിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എവിടെയെങ്കിലും പോയാലോ എന്ന രീതിയിൽ ഒരാൾ സംസാരിച്ചപ്പോൾ മറ്റൊരാൾ പറയുന്നുണ്ട്, അയ്യോ വീട്ടുകാർ അറിഞ്ഞ പ്രശ്നവും, എന്നെ തല്ലി കൊല്ലും, അതുകൊണ്ട് വേണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്ക് അതിനോട് താല്പര്യമില്ലെന്ന് ചോദിക്കുമ്പോൾ താല്പര്യം ഇല്ലാഴികയൊന്നുമില്ല, താല്പര്യമൊക്കെ ഉണ്ടെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആ ഒരു പെൺകുട്ടിയുടെ മൂക്കിൽ കൂടി ചോര വരുന്നുണ്ട്. അയ്യോ പെട്ടെന്ന് നിനക്ക് എന്ത് പറ്റിയെന്ന് മറ്റേ സുഹൃത്ത് ചോദിക്കുന്നുണ്ട്. ഏയ് എനിക്കൊന്നും പറ്റില്ല എന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, എനിക്ക് വീട്ടിൽ പോകാൻ സമയമായി, ഞാൻ പോകാന്ന് പറഞ്ഞ് അവൾ ഇറങ്ങിയപ്പോഴത്തേനും മറ്റേ ഫ്രണ്ട് വന്ന് ഇവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ പെട്ടെന്ന് പോകുന്നത്, നിനക്ക് റെസ്റ്റ് റൂം പോലെ യൂസ് ചെയ്യണമെന്നുള്ള കാര്യം ചോദിക്കുകയാണ്. ഏയ് അങ്ങനൊന്നും അല്ല എന്നൊക്കെ പറയാണ് അവൾ. അങ്ങനെ അതും പറഞ്ഞ് അവൾ പോകാൻ വേണ്ടിയിട്ട് ഷൂസ് ഒക്കെ ഇടുന്ന ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ മറ്റേ സുഹൃത്താണെങ്കിൽ ഇവളോട് പറയുന്നുണ്ട്, നീ എന്താ എൻ്റെ വീട്ടിൽ അധികം നേരം നിൽക്കാത്തേ, നിനക്ക് എന്തെങ്കിലും കണ്ടിട്ട് നിനക്ക് പേടിയാവുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൾ വീണ്ടും തന്നെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏയ് അങ്ങനൊന്നും ഇല്ല എന്നാണ്. എന്നാൽ അങ്ങനൊന്നും ഇല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ തന്നെ ഇരിക്കും, കുറച്ച് നേരം നമുക്ക് ഇവിടെ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് അവളെ നിർബന്ധിച്ച് മറ്റവളാണെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് വിളിച്ചു കയറ്റിയാണ് വീണ്ടും. അങ്ങനെ അകത്തേക്ക് കയറുന്ന സമയത്ത് അവളുടെ വീടിനുള്ളിലാണെങ്കിൽ ഒരു കൊടൂരമായിട്ടുള്ള ഒരു രൂപത്തിനെ കാണുകയാണ്. എന്തോ ഒരു പന്തികേട് അവൾക്ക് തോന്നി. പക്ഷെ അവൾ വിചാരിച്ച് അവളുടെ ഇല്യൂഷൻ ആയിരിക്കും. ഇവളാണെങ്കിൽ എന്തിനെ കണ്ട് പേടിക്കുന്നുണ്ടെന്ന് അവളുടെ സുഹൃത്ത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ തിരിച്ച് വീടിനുള്ളിൽ കയറി അവളാണെന്നുണ്ടെങ്കിൽ അവളുടെ സുഹൃത്തിന് അമ്മയെ കാണുകയാണ്. അപ്പോൾ ആ ഒരു അമ്മ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. അപ്പോൾ അവൾ പറയാണ്, ഞാനൊരു പ്രേതത്തെ കണ്ടു. എന്നെ കണ്ടിട്ട് എനിക്ക് പ്രേതമായിട്ട് തോന്നുന്നുണ്ടോ? അതല്ല ഞാൻ പറഞ്ഞേ, അല്ല ഈ വീട്ടിൽ എന്നൊരു പ്രേതബാധ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ പറയാണ്. എന്ന മക്കളെ അതൊക്കെ വെറും തോന്നലാണ് കേട്ടോ, ഈ വീട്ടിലാണെങ്കിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവർ അമ്മയാണ് എവിടുന്ന് പോവാണ്. അങ്ങനെ അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ കയ്യിൽ കുറച്ച് ഫുഡൊക്കെ കൊടുത്തിട്ട് അവളെ വീട്ടിലേക്ക് തിരിച്ചയക്കുകയാണ്. അവളവിടെ നിന്ന് ഇറങ്ങിയ സമയത്ത് തന്നെ ഇദ്ദേഹയുടെ അച്ഛനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അങ്ങനെ അവളെ കണ്ടിട്ട് അവളെ അച്ഛനാണെങ്കിൽ പെട്ടെന്ന് കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ മായയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ മായയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവളുടെ സഹോദരന്റെ സുഹൃത്തുക്കളാണെങ്കിൽ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയിൽ അവരെല്ലാം കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്, അവരെന്തോ എവിടെ പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ഇടുകയാണ്. അപ്പോൾ നമ്മുടെ മായ അവർക്ക് ജ്യൂസായിട്ട് വന്നിട്ട് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എവിടെ പോകുന്ന കാര്യം പറയുന്നേ, ഞാനും കൂടി നിങ്ങളൊപ്പം വന്നോട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിന്നെ പോലെ ഒരു പെണ്ണിന് വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കല്ല ഞങ്ങൾ പോകുന്നത് വലിയൊരു മലയുടെ മുകളിലേക്കാണ്, നിനക്കൊന്നും അങ്ങോട്ട് വരാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ കാരണമായിട്ട് പറയുന്നത്, അവിടേക്ക് കയറണമെങ്കിൽ നല്ല രീതിയിൽ മെന്റലി ഫിസിക്കലി ഒക്കെ തന്നെ നല്ല രീതിയിൽ പ്രാക്ടീസും ട്രെയിനിങ് ഒക്കെ വേണം, അതൊന്നും നിനക്ക് ഇല്ലല്ലോ, പിന്നെ നീ അങ്ങനെ വരുമോ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നിങ്ങൾ പോകുന്ന ഒരു സമയമുണ്ടല്ലോ, ആ ഒരു സമയത്തുള്ളിൽ തന്നെ ഞാൻ എല്ലാം പ്രാക്ടീസ് ചെയ്തോളാം, ഞാൻ എല്ലാം ട്രെയിനിങ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അവസാനം അവൾ കുറേ നിർബന്ധിച്ചിട്ട് അവസാനം അവൻ പറയുന്നുണ്ട്, എന്നാ ശരി നീയും വന്നോ. ഇത് കേട്ടപ്പോൾ നമ്മുടെ മായക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായി. അവൾ നേരെ പോയിട്ട് നമ്മുടെ ഇതിനെ വിളിച്ച് പറയുന്നുണ്ട്, ഞങ്ങളാണെങ്കിൽ ഇതുപോലെ ട്രക്കിങ്ങിനൊക്കെ പോകുന്നുണ്ട്, നീയും വരണമെന്നൊക്കെ പറഞ്ഞ് അവളെ കൂടി നിർബന്ധിപ്പിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതേയാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മേനെ പറഞ്ഞ് സമ്മതിപ്പിക്കണം ഈ ഒരു ട്രക്കിങ്ങിന് പോകാനായിട്ട്. അതിനായിട്ട് അവൾ മായനെ കൂട്ടി അവളുടെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ നിന്റെ അപ്പനോട് ചോദിരെ, അപ്പൻ സമ്മതിക്കുകയാണെങ്കിൽ നീ പൊക്കോ. ആ കറക്റ്റ് സമയത്ത് തന്നെ അപ്പനാണെങ്കിൽ അങ്ങോട്ടേക്ക് വരികയാണ്. അയാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കാര്യമെന്ന്. അപ്പോൾ ആണെങ്കിൽ അവളുടെ അമ്മ പറയുന്നുണ്ട്, ഇവരാണെങ്കിൽ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു കാട്ടിനുള്ളിൽ ട്രക്കിങ്ങിന് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തന്നെ പോകണ്ടെന്ന് അയാൾ പറയുകയാണ്. ഇത് കേട്ടപ്പോൾ ഇതേയാണെന്നുണ്ടെങ്കിൽ അവളുടെ അപ്പടുത്ത് പോയിട്ട് പറയാണ്, അപ്പ പ്ലീസ് അപ്പ ഞങ്ങൾ സേഫ് ആയിട്ട് പോയിട്ട് വരാം അപ്പ എന്നൊക്കെ പറഞ്ഞ് അവസാനം അവളുടെ അപ്പനെ കൊണ്ട് സമ്മതിപ്പിക്കുകയാണ്. അങ്ങനെ അവർക്ക് പെർമിഷനായി കിട്ടി. അപ്പൊ മായ പറയുന്നുണ്ട്, പെർമിഷൻ മാത്രം പോരാ, നമുക്ക് ആ ഒരു ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പ്രാക്ടീസ് വേണം, നല്ല ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ വേണം, അതിനായിട്ട് നമുക്ക് കാര്യമായിട്ടുള്ള രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ഇങ്ങനെ പറയുകയാണ് നമ്മുടെ മായ. ആ ടൈമിൽ നമ്മുടെ ഇതയുടെ ബാക്കിലായിട്ട് നേരത്തെ അവൾ കണ്ട ആ ഒരു കൊടൂര രൂപം ഉണ്ടല്ലോ, അതിങ്ങനെ വന്ന് നിൽക്കുകയാണ്. അത് കണ്ടപ്പോൾ അവൾ പേടിയാവുന്നുണ്ട്. പക്ഷെ ആ ഒരു പേടി അവളുടെ മുന്നിൽ എക്സ്പ്രസ് ചെയ്യുന്നില്ല. എനിക്ക് അർജന്റായിട്ട് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പോഴും നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ ഇവക്ക് എന്ത് പറ്റി, ഇവൾ ഇടയ്ക്കൊക്കെ എന്ത് ഇങ്ങനെ പെരുമാറുന്നെന്ന് മനസ്സിലാവും.
ആവാതെ ഇരിക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഇതേയാണെങ്കിൽ വീടിനുള്ളിലേക്ക് കയറിയപ്പോഴത്തേനും ആ ഒരു വീടിനുള്ളിൽ അടച്ചിട്ടിരിക്കുന്ന മുറിയിൽ നിന്നും എന്തൊക്കെ സൗണ്ട് കേൾക്കുകയാണ്. അപ്പോഴത്തേക്ക് അവൾ അപ്പം വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്താ ഇവിടെ ഇങ്ങനെ പരിങ്ങി നിൽക്കുന്നതെന്ന്. ഒന്നുമില്ലെന്ന് അവൾ പറയുമ്പോഴും അയാൾ പറയുന്നുണ്ട്, നിനക്ക് ട്രക്കിങ്ങിനൊക്കെ പോകാനുള്ളതല്ലേ, അപ്പം നീ അതിന് വേണ്ടിയുള്ള പ്രാക്ടീസും പ്രിപ്പറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടി പറയാണ്. അങ്ങനെ അവരാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മായയുടെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിനെ വിളിക്കാൻ വേണ്ടി അവളെ വീട്ടിൽ വരികയാണ്. അപ്പോൾ അവളുടെ അമ്മ പറയാണ്, ഇവിടെ നല്ലോണം നോക്കിക്കോണേ, ഇവിടെ സേഫ് ആയിട്ട് കൊണ്ടുവരണേ എന്നൊക്കെ പറയാണ്. അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ നേരെ ആ ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അങ്ങനെ ഒരു പോകുന്ന വഴിയിൽ നമ്മുടെ ഇതേയാണെങ്കിൽ റോഡ് സൈഡിൽ ഒരു ഒറ്റക്കാലുള്ള ഒരു പയ്യൻ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അവനാണെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ പേടിയാവുന്നുണ്ട്. ആ കാര്യം നമ്മുടെ മായയുടെ ബ്രദറിനോട് പറഞ്ഞപ്പോൾ അവൻ പറയുന്നുണ്ട്, നീയോ കണ്ട്, നീ എന്തിനാ ഞങ്ങളെ കൂടി പേടിപ്പിക്കുന്നത് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ തന്നെ വെച്ചോണ്ട് ഞങ്ങളെ വെറുതെ പേടിപ്പിക്കരുതെന്ന് പറയുകയാണ് തമാശയ്ക്ക്. അങ്ങനെ ഒരു പോകുന്ന വഴിക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലേക്ക് നിർത്തുകയാണ്. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ വല്ലാണ്ട് വയറുവേദന എടുക്കുകയാണ്. കഴിച്ച ആഹാരത്തിന്റെ എന്തോ ആണെന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്നാൽ അവർ കിടക്കുന്ന സമയത്താണ് ഇതേ മായോട് പറയുന്നത്, എനിക്ക് പീരീഡ്സ് ആയെന്ന്. ഇതെങ്ങാനും ബാക്കിയുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് അയക്കും. അതുകൊണ്ട് തന്നെ ഇതാരും അറിയണ്ടെന്നാണ് അവള് പറയുന്നത്. അങ്ങനെ അതും പറഞ്ഞ് അവളാണെന്നുണ്ടെങ്കിൽ പാഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബാത്റൂമിലേക്ക് പോയ സമയത്ത് നേരത്തെ കണ്ട ആ ഒരു കൊടൂര രൂപം ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇവളുടെ പിറകെ വന്നിങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ടതും അവളാണെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചു പോവുകയാണ്. അത് കേട്ടിട്ട് എല്ലാവരും അങ്ങോട്ടേക്ക് വന്ന് നോക്കുമ്പോഴത്തേനും ഇവളുടെ അടുത്ത് പ്രേതബാധ കയറിയ പോലെ അവളാണെങ്കിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും പേടിയാവുന്നുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു ഹോട്ടലിലെ ഓണർ ആയിട്ട് ഒരു ലേഡി ആണെങ്കിൽ അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇതുപോലൊരു രൂപത്തെ, ഒരു കൊടൂര രൂപത്തെ അവിടെ കണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേനും ആ ഒരു ലേഡി പറയുന്നുണ്ട്, ഓ അത് പിന്നെയും വന്നു എന്ന്. അപ്പോൾ അതിന്റെ അർത്ഥം ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇവരാണെന്നുണ്ടെങ്കിൽ കുറെ നാൾ മുമ്പ് അതിനെ ഇങ്ങനെ ഹോമോ കാര്യങ്ങളൊക്കെ നടത്തി അതിനെ ഒഴിപ്പിച്ച് കളഞ്ഞതാണ്. പക്ഷെ അത് ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെ. ഇതൊക്കെ കേട്ടപ്പോഴത്തേനും അവർക്കാണെങ്കിൽ നല്ല രീതിയിൽ ഭയം തോന്നുകയാണ്. അങ്ങനെ ഇത് കാരണം മായയുടെ ബ്രദറും അതുപോലെ അവന്റെ ഫ്രണ്ടും കൂടി തീരുമാനിക്കുകയാണ്, നമുക്ക് ഈ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് വീട്ടിലോട്ട് പോയാലോ എന്ന്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ അവളെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ട്രിപ്പ് ക്യാൻസൽ ആക്കിയെന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇതയുടെ അടുത്തോട്ട് അവർ വന്നപ്പോഴത്തേനും ഇത് ചോദിക്കുന്നുണ്ട്, നമ്മൾ നാളെ എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മായയുടെ ബ്രദറിന്റെ ഫ്രണ്ട് ആണെങ്കിൽ അവനോട് പറയുന്നുണ്ട്, മറ്റവളെ കൊണ്ടുപോകണോ, അവക്കൊട്ടും വയ്യാലോ, അപ്പൊ അതുകൊണ്ട് അവളെ കൊണ്ടുവന്ന് നല്ലതാണെന്നെങ്കിലും ചോദിക്കുന്ന സമയത്ത് അവളാണെന്നുണ്ടെങ്കിൽ ഒരു കൂസലില്ലാതെ ഇങ്ങനെ റെഡി ആയിട്ട് ഇപ്പം നിൽക്കുകയാണ് പോകാനായിട്ട്. അപ്പോൾ നമ്മുടെ മായേന്റെ ബ്രദർ പറയുന്നുണ്ട്, ആ ഇനിയിപ്പോൾ കുഴപ്പമില്ല, അവർ റെഡി ആയില്ലേ, ഓക്കെ ആയി കാണുമെന്ന് പറഞ്ഞിട്ട് അവളെ കൂടെ കൂട്ടുകയാണ്. അങ്ങനെ അവരുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതേടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവളുടെ അമ്മ അവളുടെ ഡ്രസ്സ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് അവളുടെ ആ ഒരു വേസ്റ്റ് ബക്കറ്റിലാണെന്നുണ്ടെങ്കിൽ നിറയെ അവളുടെ മുടിയും പിന്നെ ചോര പറ്റിയ കുറെ ടിഷ്യൂ പേപ്പർ ഉണ്ടായിരുന്നു അതിനകത്ത്. ഇതൊക്കെ കണ്ട് പേടി തോന്നി അവളുടെ അമ്മയാണെന്നുണ്ടെങ്കിൽ അവളുടെ അച്ഛനോട് പറയുന്നുണ്ട്, അവൾക്ക് ഈ ഒരു വയ്യാത്ത സമയത്ത് അവളെ ആ ട്രക്കിങ്ങിന് വിടണ്ടായിരുന്നു എന്ന്. എന്നാൽ അവളുടെ അച്ഛൻ പറയുന്നത് അതൊന്നും കുഴപ്പമില്ല, അവൾക്കാണെങ്കിൽ അത്യാവശ്യം പ്രായമൊക്കെ ഉണ്ട്, നല്ല പക്വതയൊക്കെ ഉണ്ട്, അവളുടെ കാര്യം അവൾ നോക്കിക്കോളൂ എന്ന് പറയുകയാണ്. നിങ്ങൾ ഇതൊന്നും നോക്കിയേ, അവളുടെ മൂക്കിൽ നിന്ന് രക്തമാണ് ഈ കാണുന്നതൊക്കെ, അപ്പോൾ അത് എന്ത് പറ്റിയതായിരിക്കും അവൾക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് അവളുടെ അച്ഛൻ പറയുന്നുണ്ട്, അത് നീ വലിയ കാര്യമൊക്കെണ്ട, അത് സാധാരണ മൂക്കിൽ നിന്ന് വല്ല രക്തം വന്നേ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇവിടെ നമ്മുടെ ഗ്യാങ് ആണെന്നുണ്ടെങ്കിൽ ട്രക്കിങ്ങിനായിട്ട് ആ മലയുടെ പൊക്കത്തോട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നാണെങ്കിൽ ഇതാണെങ്കിൽ ഒറ്റ നിപ്പങ്ങ് നിൽക്കുകയാണ്. അതായത് പ്രേതബാധ കയറിയ പോലെ അവൾ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും പേടിയാവുന്നുണ്ട്. പക്ഷെ അതിലൊരാൾ പറയുന്നുണ്ട്, നമ്മൾ ഇത്രയും നടന്നു വന്നേല്ലേ, അപ്പോൾ അതിന്റെ ക്ഷീണം വല്ലതും ആയിരിക്കും, നമുക്ക് കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാന്ന് പറയുകയാണ്. അങ്ങനെ അവർ കുറച്ചു നേരം അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ്. എന്നാൽ ഇതേയാണെങ്കിൽ കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് അവളാണെങ്കിൽ നേരെ എഴുന്നിട്ട് താഴെ ഒരു ലേക്ക് കാണുന്നുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് പ്ലാസ്റ്റിക് ബാഗ് എടുത്തിട്ട് ആ ഒരു ലേക്കിലേക്ക് എറിയുകയാണ്. ഇത് കണ്ട് നമ്മുടെ മായ ആണെങ്കിൽ അവളുടെ പിറകെ പോയിട്ട് അവളോട് ചോദിക്കുകയാണ്, നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന്. എന്നാൽ പെട്ടെന്ന് തന്നെ അവളുടെ രൂപമെല്ലാം മാറിയിട്ട് പെട്ടെന്ന് മായയുടെ കഴുത്തിലേക്ക് അവൾ കൈ വെക്കുകയാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ആ ഒരു ലേക്കിൽ നിന്ന് എന്തോ ഒരു സാധനം ഇങ്ങനെ പൊന്തി വരുന്നുണ്ട്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട് മക്കളെ. രാത്രിയിലൊക്കെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നെങ്കിൽ കാണാതിരിക്കുന്നതായിരിക്കും നല്ലത്. അങ്ങനെ ഇത് കണ്ടിട്ട് അവളുടെ ബ്രദർ ഫ്രണ്ട്സ് എല്ലാം വന്നിട്ട് അവളെ പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിലാണ് അവരാണെങ്കിൽ അവളെ പിടിച്ചു മാറ്റിയത്. പിടിച്ചു മാറ്റിയപ്പോൾ തന്നെ നമ്മുടെ മായന്റെ ബോധം അങ്ങ് പോയി. ഇതൊക്കെയാണെങ്കിൽ നല്ല രീതിയിൽ പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നു. അവക്കാണെങ്കിൽ നല്ല രീതിയിൽ ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. കാര്യം അത്രയ്ക്കും ശക്തിയായിട്ടാണ് അവളുടെ കഴുത്തിന് പിടിച്ച് മുറുക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മുടെ ഇതേയാണെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ലേക്കിലാണെങ്കിൽ പൊന്തി നിൽക്കുന്ന ഒരു വിചിത്രമായ രൂപത്തെയാണ് കാണുന്നത്. അതെന്താണെന്നൊന്നും കാണിച്ചില്ല. അപ്പൊ തന്നെ ആ സീൻ കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മായനെ ഒരു വിധത്തില് അവിടെ പിടിച്ചിരുത്തിയൊക്കെയാണ്. അവളിപ്പോ ഓക്കെ ആയിട്ടുണ്ട്, നോർമൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിന്റെ ദേഹത്ത് എന്തെങ്കിലും കയറിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നീ എന്ത് പിച്ചും പയ്യൊക്കെ പറയുന്നേ, നീ എന്തൊക്കെ പറയുന്നതെന്നൊക്കെയാണ് അവൾ ചോദിക്കുന്നത്. അതായത് ഈ പ്രേതബാധ അവളുടെ ദേഹത്തേക്ക് കയറിയ സമയത്ത് ഇവളത് ഒട്ടും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ കുറച്ചു നേരം ഇവിടെ റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നതാണ്, ഇപ്പൊ ഞാൻ ഓക്കെയാണ്, നമുക്ക് നമ്മുടെ യാത്ര തുടർന്നാലോ എന്ന് അവൾ പറഞ്ഞിട്ട് അവളാണെങ്കിൽ നേരെ ബാഗും എടുത്ത് അങ്ങോട്ട് ഇറങ്ങിയാണ്. അങ്ങനെ എല്ലാവരും ഇപ്പോൾ അവളുടെ പിന്നാലെ പോവുകയാണ്. മുന്നോട്ട് പോകുന്ന വഴിയിൽ അവർ ഇടയ്ക്കിടയ്ക്ക് അവളോട് ചോദിക്കുന്നുണ്ട്, ഇതാ നീ ഓക്കെ ആണോ എന്ന്. അപ്പൊ അവൾ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഓക്കെയാണ്, എനിക്കൊരു കുഴപ്പമില്ലെന്നാണ് കേട്ടോ. എന്നാൽ അവർ പോകുന്ന വഴിയിലാണെങ്കിൽ അവർ മുന്നിൽ കൂടി എന്തൊക്കെയോ പാസ് ചെയ്ത് പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല
മാത്രമല്ല എന്തോ ഒരു സാധനം ഇങ്ങനെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അവർക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെ ഒരു മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു വൃദ്ധനായ മനുഷ്യനെ കാണുന്നുണ്ട്. അയാളെ അങ്ങോട്ട് കണ്ടതും ഒരു ബീപ്പ് സൗണ്ട് അങ്ങോട്ട് കേൾക്കുകയാണ്. അതായത് ഹൈ പിച്ച് വോളിയം വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും ആ രീതിയിലുള്ള ഒരു അടഞ്ഞ ശബ്ദം കേൾക്കുകയാണ്. ആ ഒരു ശബ്ദം ആദ്യം കേൾക്കുന്നത് നമ്മുടെ ഇതയാണ്. ഇതൊക്കെ ആണെങ്കിൽ അത് കേട്ടിട്ട് ചെവി പൊളിയായിരുന്നു. അവളാണെങ്കിൽ നിലത്ത് വീണ്. അത് കഴിഞ്ഞിട്ട് കേൾക്കുന്നത് മായയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർക്കും തന്നെ ആ ഒരു സൗണ്ട് കേൾക്കുകയാണ്. അങ്ങനെ ആ ഒരു സൗണ്ട് കേട്ട് എല്ലാവർക്കും തല പെരുത്ത് എല്ലാവരും താഴെ വീണു പോവുകയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു സൗണ്ട് എല്ലാം തന്നെ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം അവരുടെ ബാലൻസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെയോ അവർ എഴുന്നേറ്റ് അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. പക്ഷെ അതിലൊരാൾ പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോവാം, നമുക്ക് ഈ ഒരു യാത്ര വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരാരും കേൾക്കാണ്ട് മുന്നോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ കുറച്ചേരം മുന്നോട്ട് പോയ സമയത്ത് നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ വീണ്ടും വയറുവേദന എടുക്കുകയാണ്. അവള് കുറച്ചേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ആ ടൈമിൽ മായയാണെങ്കിൽ അവൾക്ക് കുടിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം കൊടുക്കുന്നുണ്ട്. ആ വെള്ളം കുടിച്ചപ്പോൾ തന്നെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കിളവിയുടെ പ്രേതബാധയാണെങ്കിൽ ഇവളുടെ ദേഹത്തോട്ട് കയറുകയാണ് വീണ്ടും. അപ്പൊ തന്നെ അവളുടെ രൂപമെല്ലാം മാറിയിട്ട് കണ്ണൊക്കെ ചെറുതായിട്ട് ആകെ ഒരുമാതിരി വല്ലാത്ത ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാവർക്കും പേടിയാവുന്നുണ്ട്. അപ്പൊ തന്നെ നമ്മുടെ മായ വന്നിട്ട് അവളുടെ മോനെ കിട്ടി രണ്ടടി കൊടുത്തിട്ട് ചോദിക്കുകയാണ് ഇതാ നീ ഓക്കെ ആണെന്ന്. അപ്പൊ അവള് പറയാണ് ഞാൻ ഓക്കെ ആണെന്ന്. ഇതൊക്കെ കണ്ട് പേടി വന്ന നമ്മുടെ മായയുടെ ബ്രദർ ആണെങ്കിലും മായയോട് പറയുന്നുണ്ട് ഇനി ഇവളെ കൊണ്ട് മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ല, അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ രണ്ടുപേരോട് തിരിച്ച് വീട്ടിലോട്ട് പോകാനാണ് പറയുന്നത്. ഇത് കേട്ടതും പെട്ടെന്ന് ഇതാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. അവളുടെ കണ്ണൊക്കെ ചുവന്നിട്ട് അവളാണെങ്കിൽ പറയുന്നുണ്ട് നമ്മൾ ആരും തിരിച്ച് വീട്ടിലോട്ട് പോകുന്നില്ല, ഇനി നിങ്ങൾ ആരെങ്കിലും തിരിച്ച് വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ നിനക്ക് വീട്ടിൽ വന്ന് കൊല്ലുമെന്ന് പറയാണ്. അതും പറഞ്ഞ് അവൾ ബാഗെടുത്ത് തോളയിട്ട് നേരെ മുന്നോട്ട് നടക്കുകയാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് തന്നെ ഇവരെല്ലാം കൂടി അവളുടെ പുറകെ പോവാണ്. ഇതയുടെ പെരുമാറ്റം കണ്ടിട്ട് നമ്മുടെ മായാണെങ്കിൽ അവളുടെ ബ്രദറിനോട് പറയാണ് ഇത് നമ്മുടെ ഇതയല്ല, ഇത് വേറെ ആരോ ആണെന്ന്. അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഇതയാണെങ്കിൽ ഞാൻ കടന്നു കളയുകയാണ്. പിന്നെ ഇതിനെ കാണാനില്ല. പിന്നെ എല്ലാവരും ഇതേ തപ്പി അങ്ങ് ഇറങ്ങി. അങ്ങനെ അവരെല്ലാം കൂടി കുറെ നേരം അവളുടെ പിറകെ ഓടിയെങ്കിലും അവളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിനിടയ്ക്കാണെങ്കിൽ മായയുടെ ബ്രദറിന്റെ സുഹൃത്താണെങ്കിൽ അവനോട് വഴക്കുണ്ടാക്കുകയാണ്. നിന്നോട് അപ്പോഴേ ഞാൻ പറഞ്ഞാണ് ഇവരെയൊന്നും കൂട്ടണ്ടെന്ന്, നീയാണ് ഇതെല്ലാം ചെയ്തതെന്ന് പറയാണ്. അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമ്മുടെ മായ പറയുന്നുണ്ട് ഇത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനുള്ള സമയമല്ല, നമുക്കാണെങ്കിൽ പെട്ടെന്ന് തന്നെ അവളെ പോയി കണ്ടുപിടിക്കണം, അവളെ തിരിച്ച് സേഫ് ആയിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോകണം, കാരണം നമ്മൾ അവരുടെ പേരൻസിന് വാക്ക് കൊടുക്കുകയാണെന്ന് പറയുകയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ ഒരു കിളവിയുടെ പ്രതവാണി അങ്ങോട്ടേക്ക് വരികയാണ്. ഇത് കണ്ട് എല്ലാവരും ഓട്ടം. അങ്ങനെ അവർ ഓടി ഒരിടത്ത് എത്തിയപ്പോഴത്തേനും ദാണ്ടെ നമ്മുടെ ഇതേ അവിടെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ മായ ആണെങ്കിൽ ഓടി ചെന്ന് ഇതേ അടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ എന്ന്. ആ ഒരു സമയത്ത് നമ്മുടെ മായന്റെ ബ്രദറിന്റെ സുഹൃത്ത് പറയുന്നുണ്ട് ഇനി നമ്മൾ ഇനി മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ല, നമുക്ക് തിരിച്ചു പോകാന്ന്. നിങ്ങൾ കണ്ടതല്ല ഇപ്പൊ എന്തൊക്കെ നടന്നുള്ള കാര്യങ്ങൾ, അപ്പൊ ഇനി നമ്മൾ മുന്നോട്ട് പോകുന്നത് അത്ര നല്ലതല്ലെന്നാണ് അവൻ പറയുന്നത്. എന്നാൽ ഇതേ ആണെങ്കിൽ നമ്മുടെ മായോട് പറയുന്നുണ്ട് ഞാനിപ്പോൾ ഓക്കെ ആണ്, ഞാൻ ഒരുപാട് ട്രൈ ചെയ്തു, എനിക്ക് നിങ്ങളുടെ ഒപ്പം മുന്നോട്ട് വരണം, നമുക്ക് ആ ഒരു മലമുകളിൽ പോകണമെന്ന് പറയുകയാണ്. പക്ഷെ മായ പറയുന്നുണ്ട് നിന്റെ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകുമെന്ന് പറയുമ്പോഴും ഇതേ പറയുന്നുണ്ട് പറ്റില്ല, എനിക്ക് മുന്നോട്ട് തന്നെ പോകണം, എനിക്ക് നിങ്ങളുടെ ഒപ്പം ഹൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതും പറഞ്ഞ് അവളാണെങ്കിൽ അവിടെ നിന്ന് കരയുവാണ്. അങ്ങനെ അവർ വീണ്ടും മുന്നോട്ട് തന്നെ പോകാൻ തീരുമാനിക്കുകയാണ്. എന്തരാവോ എന്തോ. അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഇതൊക്കെയാണെങ്കിൽ വീണ്ടും സൂക്കേട് ഇളകും. അപ്പോൾ ബാക്കിയുള്ളവർ പറയുന്നുണ്ട് നമുക്കാണെങ്കിൽ ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് പോയാൽ പോരെന്ന്. അപ്പോൾ ഇത് പറയുന്നുണ്ട് ബ്രേക്ക് ഒന്നും വേണ്ട, നമുക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു മലയുടെ പുറത്ത് പോകണം എന്നാണ് പറയുന്നത്. അങ്ങനെ അതും പറഞ്ഞ് വീണ്ടും മുന്നോട്ട് നടക്കുക. അങ്ങനെ ആ മലപ്പുറത്തോട്ട് കയറി പോയി അങ്ങനെ രാത്രി എപ്പോഴത്തേനും അവരാണ് ഒരു സ്ഥലം കണ്ടെത്തി അവിടെ ക്യാമ്പ് അടിക്കുകയാണ്. അങ്ങനെ ക്യാമ്പൊക്കെ അടിച്ച് കുറച്ചു നേരം കാമായിട്ടൊക്കെ ഇരുന്നെന്ന് പറഞ്ഞാൽ പോലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇതൊക്കെയാണെങ്കിൽ വീണ്ടും സൂക്കേട് ഇളകും. ഇത്തവണയാണെങ്കിൽ അവളുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. അവളാണ് ഇങ്ങനെ കിടന്ന് വിറച്ചോണ്ടിരിക്കുക. ഇത് കണ്ട് ആ ഒരു അവസ്ഥ വളരെ മോശമാണെന്ന് മനസ്സിലാക്കിയപ്പോഴത്തേനും മായന്റെ ബ്രദറും കൂട്ടുകാരും ആണെങ്കിൽ അടുത്ത ആരെങ്കിലും സഹായത്തിനുണ്ടെന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇവരെ പോലെ തന്നെ മലപ്പൊക്കത്തോട് കയറാൻ വന്നിട്ടുള്ള മറ്റൊരു കൂട്ടരെ കാണുകയാണ്. അവരാണെങ്കിൽ അവിടെ ക്യാമ്പ് അടിച്ചിങ്ങനെ കഴിയുകയായിരുന്നു. അവരോട് പോയിട്ട് ഹെൽപ്പ് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയുന്നുണ്ട് അതൊരു പെണ്ണല്ലേ, അവൾ അഭിനയിക്കാന്ന് പറയുകയാണ്. നിങ്ങൾ അവൾക്ക് കുറച്ച് കാശ് കൊടുത്തു നോക്ക്, അവൾ അപ്പം തന്നെ ചാടി എഴുന്നേക്കുന്ന കാണാം. അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് അവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി. അപ്പോഴേക്ക് വേറൊരാളെന്ന് പറയുന്നുണ്ട് നിങ്ങൾ വെക്കുന്ന അടി കൊടുക്കാൻ പാടില്ല, നിങ്ങൾ ഈ ഒരു മൗണ്ടനെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറയുകയാണ്. അങ്ങനെ അയാൾ വന്നിട്ട് ഇതിനകത്തോട്ട് നോക്കിയ സമയത്ത് ഇതേ അവസ്ഥ വളരെ മോശമായിരുന്നു. അവൾക്കാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അയാൾ പറയുന്നുണ്ട് ആ പാൻസ് ഒക്കെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അയാളാണെങ്കിൽ ആ ഒരു ഇതയുടെ ചെവിയിൽ ബാങ്ക് കൊടുക്കുകയാണ്. ബാങ്ക് കൊടുക്കുമ്പോൾ തന്നെ അവളുടെ കണ്ണൊക്കെ ചുമന്നിട്ട് ആകെ വല്ലാണ്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം നമ്മുടെ ഇതയുടെ വീട്ടിലാണെങ്കിൽ അവളുടെ അമ്മ ആണെങ്കിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ സീലിംഗിന്റെ പൊക്കത്തോടി എന്തോ നടന്നു പോകുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ ഇതയുടെ അവസ്ഥയാണെങ്കിൽ വളരെ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ ഒരു ബാങ്ക് കൊടുക്കുന്ന തീർന്നപ്പോഴത്തേനും നമ്മുടെ ഇതയാണെങ്കിൽ നോർമലായിട്ട് മാറുകയാണ്. ഇതേ അയാളോട് പറയുന്നുണ്ട് എനിക്ക് പേടിയാവുന്നു എന്ന്. അപ്പൊ അയാൾ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുകയാണ്. ഇവിടെ നമ്മുടെ ഇതയുടെ അമ്മയാണെങ്കിൽ അവളുടെ അപ്പനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തോ ഒരു സാധനം മോളിൽ കൂടി നടന്നു പോയി, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒരു രൂപത്തെ കണ്ടെന്നൊക്കെ പറയുകയാണ്. അപ്പൊ അയാൾ പറയുന്നത് അതൊക്കെ നിന്റെ വെറും തോന്നലായിരിക്കും എന്നാണ്. അങ്ങനെ ഇപ്പൊ നമ്മുടെ ഇവിടെ ക്യാമ്പിൽ എല്ലാവരും കിടന്ന് ഉറങ്ങുകയാണ്.
അങ്ങനെ നമ്മുടെ മായയാണെങ്കിൽ ഒരു സ്വപ്നം കണ്ടിട്ട് ചാടി എഴുന്നേൽക്കുന്നുണ്ട്. ചാടി എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ ഇതേനെ കാണുന്നില്ല. ഇതേനെ തപ്പി അവൾ നേരെ പുറത്തേക്ക് ടോർച്ചുമായിട്ട് ഇറങ്ങിയപ്പോഴത്തേനും ഇതേയാണെങ്കിൽ ഒരു പൊന്തക്കാടിനകത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഞാൻ ആദ്യം കണ്ട് വിചാരിച്ച് വെളുക്കിരിക്കുമായിരിക്കുമെന്ന്. പക്ഷേ ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. നമ്മുടെ മായയാണെങ്കിൽ അവളുടെ അടുത്തേക്ക് ചെന്നപ്പോഴത്തേനും അവൾക്ക് സുഖമായിട്ട് പിന്നെ ഇളകിയിട്ടുണ്ടായിരുന്നു. അവളുടെ കണ്ണൊക്കെ ചുവന്നിട്ട് അവൾ പറയുകയാണ് ഞാൻ എൻ്റെ സുഹൃത്തുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെന്ന്. അത് ഈ പൊന്തക്കാടിനകത്തിരുന്നിട്ട്. മായയാണെങ്കിൽ അവളെ വീട്ടിലേക്ക് പോകാൻ വിളിച്ചപ്പോഴത്തേനും അവളാണെങ്കിൽ വീണ്ടും കണ്ണൊക്കെ ചുവപ്പിച്ചിട്ട് അവളെ പേടിപ്പിക്കുകയാണ്. മായയാണെങ്കിൽ ഒന്നും നോക്കിയില്ല, അവളെ മോന്തക്കിട്ട് 4 കൊടുത്ത് കറക്റ്റ് ആ 4ാമത് അടിക്കാൻ അവൾ നോർമലായി. അങ്ങനെ അവളെയും കൂട്ടി മായയാണെങ്കിൽ തിരിച്ച് ടെന്റിലേക്ക് പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി. മായയുടെ ബ്രദർ ആണെങ്കിൽ കഴിഞ്ഞ ദിവസം ഇവരെ സഹായിക്കുമെന്ന ആളുടെ ടെന്റ് നോക്കുന്നുണ്ടെങ്കിലും അയാളെ അങ്ങ് അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നില്ല. അതിലൊരുത്തൻ പറയുന്നത് അയാൾ ഒരു സാധാരണ മനുഷ്യനല്ല എന്നാണ്. കാര്യം ഇവരൊക്കെ ആണെങ്കിൽ ഒരു ബണ്ടിൽ ഷൂ ഇട്ട സമയത്ത് അയാൾ വെറും ഒരു സാൻഡിലാണ് ഇട്ടോണ്ടിരുന്നത്. അയാൾക്ക് എന്തോ പ്രത്യേക കഴിവുണ്ടെന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ഇതേയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് കുറച്ച് ഭംഗിയുള്ള സ്ഥലം ഉണ്ടായിരുന്നു അവിടെ, അത് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോവാണ്. നമ്മുടെ മായ നിന്നിട്ട് അവളുടെ പിറകെ പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് എന്താ നീ ഇവിടെ ഇരിക്കുന്നത് ചോദിക്കുമ്പോഴത്തേനും അവള് പറയുന്നുണ്ട് എനിക്ക് ഈ സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ഞാൻ ഈ സ്ഥലത്ത് വന്നിട്ട് ഒരുപാട് നാളായ പോലെ എനിക്ക് തോന്നുന്നുണ്ട്. മാത്രമല്ല എനിക്ക് ഈ ഒരു സ്ഥലമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നുന്നുണ്ടെന്നാണ് നമ്മുടെ ഇത പറയുന്നത്. മായ പറയുന്നത് നമുക്കത് പറ്റില്ല, നമുക്ക് ഇവിടുന്ന് പോയാലേ പറ്റത്തുള്ളൂ, നമുക്ക് വീടും കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മുടെ പേരൻസ് ഒക്കെ ഇല്ലേ, നമുക്ക് അവരെ പോയി കാണേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് മായ അവളെ കൂട്ടി തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ അവർ കുറച്ചു നേരം മുന്നോട്ട് നടക്കുകയാണ്. അങ്ങനെ ഒരിടത്ത് എത്തിയപ്പോഴത്തേനും അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അവിടെ ഇരിക്കുകയാണ്. ആ ടൈമിൽ നമ്മുടെ ഇത പറയുന്നുണ്ട് ഞാൻ എന്തോ ഒന്ന് മറന്നെന്ന്. അതെന്താന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. മായ അവളോട് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എന്താ മറന്നതെന്ന്. അപ്പോൾ അവൾ വീണ്ടും പറയുന്നത് എന്താ മറന്നുള്ള കാര്യം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലെന്നാണ്. അപ്പോൾ നമ്മുടെ മായന്റെ ബ്രദറും പറയുന്നുണ്ട് നമുക്ക് എന്തോ ഒരു പ്രശ്നം പറ്റുന്നുണ്ട്, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുറയുന്ന തൊട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറയാണ്. അപ്പോൾ അവന് ബാക്കിയുള്ള ഫ്രണ്ട്സ് പറയുന്നുണ്ട് നീ എന്താ പൊട്ടനാണോ, നീ എത്രയും ക്ലാസ് വരെ പഠിച്ചതാണ്, നിനക്ക് കണക്കും കാര്യങ്ങളൊന്നും അറിയത്തില്ലേ, നമ്മൾ വരുമ്പോൾ 7 പേരുണ്ടായിരുന്നു ഇപ്പോഴും 7 പേരുണ്ട്, ആരും എങ്ങോട്ടും പോയിട്ടില്ല. അങ്ങനെ അവർ ഒരു വിധത്തിൽ തിരിച്ച് വീട്ടിലേക്ക് എത്തി. അങ്ങനെ നമ്മുടെ ഇതനെയാണെങ്കിൽ അവർ സേഫ് ആയിട്ട് അവരുടെ പേരൻസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് തിരിച്ച് അവരുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ഇവിടെ മായയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവളുടെ അമ്മയാണെങ്കിൽ അവരെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതുവരായിട്ട് പിള്ളേരെ കാണുന്നില്ലല്ലോ എന്നവർ പറയുമ്പോൾ അവർ അടുത്തുള്ള ആ ലേഡി പറയുന്നുണ്ട് അവർ വന്നിട്ട് കുറച്ച് സമയമായല്ലോ, നീ ഒന്ന് തിരിഞ്ഞു നോക്കിയേ, അവർ താണ്ട് അവിടെ നിന്ന് കാല് എഴുതുന്ന കണ്ടില്ലേ. അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മായയും ബ്രദറും അവിടെ നിന്ന് കാല് എഴുതുന്നതാണ്. ആ ടൈമിൽ തന്നെ അവർ കോളിമ്പിൽ അടിക്കുകയാണ്. അവരാരെന്നറിയാൻ വേണ്ടി ഡോർ നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ മായയും അവളുടെ ബ്രദറുമാണ്. ഇവരെ രണ്ടുപേരെയും കണ്ട് അവർ ഷോക്കായി പോയി. അപ്പോൾ അകത്തുനിന്ന് കാല് എഴുതുന്ന ആരെന്ന് ചോദിച്ച് നോക്കുമ്പോൾ അവിടെ ആരെയും കാണാനും ഇല്ല. അങ്ങനെ അവർ അകത്ത് കയറി. അങ്ങനെ മായയാണെങ്കിൽ ഇപ്പൊ നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് തന്നെ അവളുടെ അമ്മ ഒന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ഇതയുടെ വീട്ടിലോട്ട് പോകാനായിട്ട്. അവരുടെ പേരൻസ് ഇപ്പോൾ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ എന്തൊരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് നമ്മുടെ ഇതയാണെന്നുണ്ടെങ്കിൽ വീണ്ടും സൂക്കൻ ഇളകിയിട്ട് കണ്ണൊക്കെ ചോപ്പിച്ചിട്ട് ആകെ ഒരുമാതിരി ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവളുടെ പേരൻസ് ഒക്കെ ആകെ പേടിച്ചിരിക്കുകയാണ്. അവളുടെ ഫാദറിനൊക്കെ ആണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല ഇത് എന്ത് പറ്റിയതാണ് അയാൾ വിചാരിക്കുന്നത്. അവളെ ശരിയാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ഥലത്ത് ഉസ്താദ് വന്നിട്ട് അവളോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട്. അവളെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും അവളാണെങ്കിൽ ആ ഉസ്താദിന്റെ മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പുകയാണ്. എന്നിട്ട് ഇതയാണെങ്കിൽ അവളുടെ നഖമൊക്കെ പിഴുതിങ്ങ് എടുക്കുകയാണ്. അതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഒരുമാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയെ കൂടുന്ന കാര്യമല്ല, ഇവിടെ നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം, അവിടെ കൊണ്ട് ട്രീറ്റ്മെന്റ് കൊടുത്ത് നോക്കാന്ന് പറയുകയാണ്. അങ്ങനെ അവളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഇതേന്റെ ഫാദർ ആണെങ്കിൽ മായേനെയും അവളുടെ ബ്രദറിനെയും വഴക്ക് പറയുന്നുണ്ട്. നിങ്ങളെ വിശ്വസിച്ചല്ല ഞാൻ ഇവളെ നിങ്ങളൊപ്പം പറഞ്ഞയച്ചത്, അങ്ങോട്ടേക്ക് പോകുന്നവരെ അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ഇപ്പൊ എന്ത് പറ്റി, അവിടെ വെച്ച് എന്താണ് സംഭവിച്ചത്, ആ കാട്ടി വെച്ച് എന്തെങ്കിലും സംഭവിച്ചെന്നൊക്കെയുള്ള കാര്യങ്ങൾ അയാൾ ചോദിക്കുകയാണ്. എന്നാൽ മായ പറയുന്നത് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല എനിക്ക് അറിയത്തില്ലെന്നാണ് അവള് പറയുന്നത്. ആ ടൈമിൽ ആ ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടർ വന്നിട്ട് അവളോട് പറയുന്നുണ്ട് ഇത് ഞങ്ങളെ കൊണ്ട് കൂട്ടി കൂടുന്ന കാര്യമല്ല, തൽക്കാലത്തേക്ക് അവളെ ഞങ്ങൾ മയക്കി കിടത്തിയിട്ടുണ്ട്, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് ആ ഡോക്ടർ പറയുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ കാണിക്കുന്നത് നമ്മുടെ മായയാണെങ്കിൽ അവൾ സ്കൂളിൽ എക്സാം എഴുതാൻ വേണ്ടി സ്കൂളിലേക്ക് പോവുകയാണ്. പക്ഷെ അവൾക്ക് ഇതില്ലാതെ ഒന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ ഒപ്പം ഇത് ഇരിക്കുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ഇതിനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. അവൾ ഇതേ കാണുമ്പോഴത്തേനും ഇതേ അവസ്ഥ വളരെ മോശമായിരുന്നു. അവളുടെ വയറൊക്കെ വീർത്തിട്ട് ആകെ വല്ലാണ്ടിരിക്കുകയായിരുന്നു അവള്. മായ അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്താ ഒന്നും കഴിക്കാത്തത്, നീ എന്താ ഇങ്ങനെ കിടക്കുന്നതൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇത് പറയുന്നുണ്ട് എനിക്ക് അറിയത്തില്ല, എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തിനാണ് ദൈവം എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നതൊക്കെയാണ് അവള് പറയുന്നത്. ഇതെന്റെ കൈയാണെന്നുണ്ടെങ്കിൽ അവർ കെട്ടിയിട്ടേക്കായിരുന്നു. അപ്പൊ അവിടുത്തെ നേഴ്സിനോട് മായ പറയുന്നുണ്ട് ഇവളുടെ കൈ ഒന്ന് അഴിച്ചു മാറ്റാൻ, ഞാൻ ഇപ്പൊ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് പേടിക്കണമെന്ന് പറയുകയാണ്. ആദ്യം ഒന്നും അടിച്ചെങ്കിലും പിന്നീട് കയ്യിലെ കെട്ടഴിച്ച് മാറ്റുകയാണ്. അങ്ങനെ അവര് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ച് കരയാണ്. അങ്ങനെ ഇപ്പൊ മായ ഇതയുടെ അമ്മയോട് സംസാരിക്കുകയാണ്. അവളുടെ അമ്മ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്റെ മകളുടെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്, അവൾ ഇനി എത്ര നാൾ ജീവനോട്ടിരിക്കുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, ഡോക്ടർമാരെല്ലാം തന്നെ ഞങ്ങളെ കൈ ഒഴിഞ്ഞു വിടുകയാണ്, ഒരുപാട് മന്ത്രവാദമൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ പോലും ആരും അങ്ങോട്ട് കറക്റ്റായിട്ടൊന്നും പറയുന്നില്ല. പക്ഷെ അതിലൊരാൾ മാത്രം ഒരു കാര്യം പറഞ്ഞായിരുന്നു, അവിടെ വെച്ച് ഇതയുടെ എന്തോ മിസ്സായി പോയിട്ടുണ്ട്. അവളുടെ അമ്മയാണെങ്കിൽ മായയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കാര്യം അറിയാവോ, അവൾ എന്തെങ്കിലും മിസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ മായ പറയുന്നത് എനിക്ക് അറിയത്തില്ല എന്നാണ്. എന്നാൽ മായ വീട്ടിലെത്തിയിട്ടും അതിനെപ്പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. വീട്ടിലെത്തിയ മായയാണെങ്കിൽ അവളുടെ ബ്രദറിനോട് ഈ ഒരു കാര്യം പറയാണ്. അപ്പൊ ബ്രദർ പറയുന്നുണ്ട് അങ്ങനൊന്നും ഉണ്ടായിരിക്കത്തില്ല, ഇത് വേറെ എന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന്. അപ്പോൾ മായ പറയുന്നുണ്ട് അവൾ ആ കാട്ടി വെച്ചിട്ട് അവൾക്ക് പീരിയഡ്സ് ആയിരുന്നു, ആ ഒരു പാഡ്സും കാര്യങ്ങളൊക്കെ അവൾ ആ ഒരു ലേക്കിൽ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അതുകൊണ്ട് വല്ലതും ആണോ എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ അവളുടെ ബ്രദർ പറയുന്നുണ്ട് അതുകൊണ്ടൊന്നും ആയിരിക്കത്തില്ല,
ഞങ്ങൾ അവളുടെ ബാഗ് ചെക്ക് ചെയ്തായിരുന്നു, അതിനകത്തായിരുന്നു എല്ലാം ഉണ്ടായിരുന്നൊക്കെയാണ് അവൻ പറയുന്നത്. അപ്പോഴും മായ വീണ്ടും വീണ്ടും പറയുന്നത് ഇത് നമ്മളോട് പറഞ്ഞായിരുന്നല്ലോ അവൾ എന്തോ മിസ് ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ഇത് കേട്ടിട്ട് അവളുടെ ബ്രദർ വീണ്ടും പറയുകയാണ്, ഏയ് നീ അതൊക്കെ വിട്, നമുക്ക് അതിനെപ്പറ്റി നാളെ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ ബ്രദർ അങ്ങ് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഇതയുടെ അമ്മയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് അവളെ കാണാൻ വേണ്ടി പോയ സമയത്ത് അവളുടെ റൂമിൽ നിന്നാണെങ്കിൽ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരാൾ അവിടെ ഇറങ്ങി പോകുന്നതായിട്ട് കണ്ടു. അവളുടെ അമ്മയാണെങ്കിൽ നിങ്ങൾ ആരാണ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അയാളാണെങ്കിൽ ഒന്നും മിണ്ടാതാണ് പോകുന്നത്. ഇതയുടെ അമ്മയാണെങ്കിൽ അവളുടെ ഒപ്പം ആ റൂമിൽ തന്നെയാണ് അന്ന് ദിവസം കഴിഞ്ഞത്. രാത്രി കുറച്ചൊന്ന് ഇരുട്ടിയപ്പോഴത്തേനും ഇതൊക്കെയാണെങ്കിൽ വീണ്ടും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. അപ്പോഴത്തേക്കും അവളുടെ മുന്നിലേക്ക് എന്തോ ഒരു വിചിത്രമായ രൂപം അല്ലെങ്കിൽ ഒരു വികൃതമായ രൂപം വന്ന് നിൽക്കുകയാണ്. അത് അവളുടെ മേലെ കയറിയിട്ട് അവളെ ഭയപ്പെടുന്ന രീതിയിൽ ഓരോന്ന് കാണിച്ചു കൂട്ടുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ മായയാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഇത് മായയോട് പറയുന്നുണ്ട്, കഴിഞ്ഞ ദിവസം രാത്രിയിൽ എന്നെ പേടിപ്പെടുന്ന രീതിയിൽ ഒരു വിചിത്രമായ ഒരു കറുത്ത രൂപം വന്നെന്നും എന്നെ പേടിപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടിട്ട് മായ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടായിരിക്കത്തില്ല, നിനക്ക് തോന്നുന്നതായിരിക്കും എന്ന് പറഞ്ഞിട്ട് മായയാണെങ്കിൽ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം നമ്മുടെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ക്യാമ്പിൽ പോയപ്പോൾ ഉള്ള എല്ലാ ഫ്രണ്ട്സും അവളെ കാണാൻ വേണ്ടി വരികയാണ്. ഇതുകൊണ്ട് നമ്മുടെ ഇതൊക്കെ ആണെങ്കിൽ ഭയങ്കര സന്തോഷമാവുകയാണ്. ആ ടൈമിൽ തന്നെ ഇതേ ലെഫ്റ്റ് സൈഡിലൊക്കെ ഇതേയാണെങ്കിൽ തുറിച്ച് നോക്കുന്നുണ്ട്. അവൾ നേരത്തെ കണ്ട പോലത്തെ ആ ഒരു പ്രേതരൂപം ഉണ്ടല്ലോ അതാണെങ്കിൽ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇങ്ങനെ ഇത് കണ്ടിട്ട് മായ അവളോട് പറയുന്നുണ്ട്, അവിടെ ഒന്നുമില്ല, നീ പേടിക്കാണ്ടിരിക്കും, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ സമാധാനപ്പെടുത്തുകയാണ്. അങ്ങനെ അന്ന് രാത്രി നമ്മുടെ മായയുടെ വീട്ടിലേക്ക് ഇത് വരികയാണ്. മായ ഓടി ചെന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, നീ ഇവിടെ അല്ല വേണ്ടത്, നീ ഹോസ്പിറ്റലല്ല വേണ്ടത്, നീ എങ്ങനെയോട്ട് വന്നു ചോദിക്കുന്ന സമയത്ത് ഞാൻ നിന്നെ കാണാൻ വേണ്ടിയാണ് വന്നത്. നമ്മുടെ ട്രക്കിങ്ങിന് പോയ സമയത്ത് നീ എനിക്ക് ഇടാൻ വേണ്ടി നിന്റെ ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് ഞാൻ തിരിച്ചു തരാൻ വേണ്ടിയാണ് ഇപ്പോൾ വന്നത്. അപ്പോൾ മായ അവളോട് പറയുന്നുണ്ട്, നിനക്ക് ആ ഡ്രസ്സ് ഒരുപാട് ഇഷ്ടപ്പെട്ടല്ലേ, അത് നീ തന്നെ വെച്ചോണെന്ന് പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇതാണെന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മായക്കാണെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരുന്നുണ്ട്. നമ്മുടെ ഇതേ സിറ്റുവേഷൻ വളരെ മോശമാണെന്നും അങ്ങോട്ടേക്ക് ചെല്ലാനും പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് മായയാണെങ്കിൽ ഷോക്കായിട്ട് അവളുടെ ബ്രദറിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ ഇപ്പോഴാണ് ഇവിടെ വന്നിട്ട് പോയത്, ഇപ്പോഴാണ് ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ട് പറയുന്നത് അവൾക്ക് സീരിയസ് ആണെന്ന്. എന്താണ് ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്നാണ് അവൾ പറയുന്നത്. അങ്ങനെ ഇതിനെ കാണാൻ വേണ്ടിയിട്ട് മായ അവളുടെ ബ്രദറോട് അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ചെന്നപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ ഒരനക്കവും ഇല്ല. അവൾക്കാണെങ്കിൽ മറ്റേ CPR കൊടുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ അത് വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവൾക്കാണെങ്കിൽ വലിയ രീതിയിലുള്ള അനക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കേട്ടിട്ട് നമ്മുടെ മായക്കാണെങ്കിൽ ഒരുപാട് വിഷമം വരുന്നുണ്ട്. അവൾക്കാണെങ്കിൽ യാതൊരു രീതിയിലുള്ള അനക്കവും ഉണ്ടായിരുന്നില്ല. അവളുടെ കാതിൽ നിന്നും മൂക്കിൽ നിന്നൊക്കെ ചോര വന്നിട്ട് അവളാണെങ്കിൽ അവസാനം മരിച്ചു പോവുകയാണ്. അങ്ങനെ അവളുടെ അമ്മയും അച്ഛനും ആണെന്നുണ്ടെങ്കിൽ ഇത് കേട്ടിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അവളുടെ വീട്ടിലേക്ക് അവളുടെ ബോഡി കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ട ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ഒരു പുള്ളിക്കാരനെ കണ്ടില്ലായിരുന്നോ, അയാളാണെങ്കിൽ ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരുമാതിരി വല്ലാത്ത രീതി ചിരിച്ചിട്ട് അവിടുന്ന് പോവാണ്. ടൈമിൽ നമ്മുടെ ഇതേ അമ്മ പറയുന്നുണ്ട്, അതുകൊണ്ട് അവനാണ് എല്ലാത്തിനും കാരണം, അവൻ നമ്മുടെ മോളെ എന്തോ ചെയ്തെന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടിട്ട് ഇതയുടെ അപ്പയാണെന്നുണ്ടെങ്കിൽ എടാ നീ പെട്ടെന്ന് എടുത്ത് പൊക്കോന്ന് പറയുന്നുണ്ട്. അത് കേട്ടിട്ട് അവനാണെങ്കിൽ അവിടുന്ന് പോവാണ്. അവരുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് അവളെ ആണെങ്കിൽ അടക്കിയതിനു ശേഷം അവരെല്ലാം തിരിച്ചു പോവാണ്. ആ ടൈമിൽ നമ്മുടെ മായയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ അവളെ വിട്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാത്തിനും ഞാനാണ് കാരണം എന്ന് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്ന് രാത്രി വീട്ടിലെത്തി നമ്മുടെ മായയാണെന്നുണ്ടെങ്കിൽ ഒരു വക കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് കണ്ടിട്ട് അവളുടെ പേരൻസ് അവളെ വഴക്ക് പറയുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മായ പറയുന്നുണ്ട്, നമ്മുടെ ഇത് മരിച്ചതിന്റെ കാരണം എനിക്ക് അറിയാണ്ട് ഞാൻ ഒരു വക കഴിക്കത്തില്ല, എനിക്കൊന്നും വേണ്ടെന്ന് അവൾ പറഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങുകയാണ്. ആ ഒരു ടൈമിൽ നമ്മുടെ മായക്കാണെന്നുണ്ടെങ്കിൽ ചില മെമ്മറീസ് വരികയാണ്. ആ ട്രക്കിങ്ങിന്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഇതാണെങ്കിൽ ആ ഒരു ലേക്കിലേക്ക് എന്തൊരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ആ ഒരു ലേക്കിൽ നിന്ന് എന്തോ സാധനം പൊങ്ങി വന്നത്. ആ ഒരു ലേക്കിലേക്ക് ആ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് കളയാൻ ഏൽപ്പിച്ചത് ഇതയുടെ ഫാദർ തന്നെയായിരുന്നു. അതാണെങ്കിൽ നമ്മുടെ മായക്ക് ഓർമ്മ വരികയാണ്. ഇവിടെ നമ്മുടെ ഇതയുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവളുടെ അപ്പന്റെ മുറിയിലേക്ക് നമ്മുടെ ഇതയുടെ അമ്മ കയറാൻ ശ്രമിക്കുമ്പോൾ അവളുടെ അപ്പനാണെങ്കിൽ തടയുകയാണ്. എന്നാൽ അവളുടെ അമ്മയാണെങ്കിൽ നിർബന്ധിച്ച് അതിനകത്തേക്ക് കയറുന്ന സമയത്ത് അവിടെ എന്തൊക്കെ കൂടത്തരം ചെയ്യുന്ന രീതിയിലൊക്കെ എന്തൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവളുടെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ എന്തൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളുടെ അമ്മ ആ റൂമിലേക്ക് കയറി ചെന്നത്. നിങ്ങൾ എന്താ ഇവിടെ ചെയ്യുന്ന ചോദിക്കുമ്പോൾ അയാളാണെങ്കിൽ ഒന്നും പറയുന്നുണ്ടായിരുന്നില്ല. നിങ്ങളീ ചെയ്യുന്നത് നമ്മുടെ മോളുടെ മരണവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്നാണ് അവളുടെ അമ്മ അയാളോട് ചോദിക്കുന്നത്. അങ്ങനെ ചോദിക്കുന്ന സമയത്താണ് അവിടെ ശരിക്കും എന്താണ് സംഭവിച്ചുള്ള കാര്യത്തെ പറ്റിയിട്ട് അയാൾ പറയാൻ വേണ്ടി പോകുന്നത്. ബിസിനസ്സിലെല്ലാം ഇതിനെ ടോപ്പ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ ഇതയുടെ ഫാദർ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരുന്നു തകർച്ചയിലേക്ക് പോയത്. അതിന് കാരണം എന്ന് പറയുന്നത് ഇതേനെ ഹോസ്പിറ്റലിൽ കാണുമെന്ന ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ഒരു പുള്ളിക്കാരനില്ലേ അയാളായിരുന്നു. ഇയാൾ തകരാൻ വേണ്ടിയിട്ട് അയാളാണെങ്കിൽ ഇവർക്ക് കൂടുത്തരം ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു കൂടുത്തരം ഏറ്റ സമയത്താണ് നമ്മുടെ ഇതയുടെ മൂക്കിൽ കൂടി ചോരയൊക്കെ വരാൻ തുടങ്ങിയത്. ഇത് കണ്ട് പെട്ടെന്ന് തന്നെ അവളുടെ അപ്പയാണെങ്കിൽ അവളുടെ മൂക്കൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഒരു കാര്യം അവളെ അറിയിച്ചാൽ പേടിക്കുന്നു ചോദിച്ചിട്ടാണ് അവളുടെ അമ്മ എടുത്തും നമ്മുടെ ഇതെടുത്തും അയാൾ പറയാണ്ട് മറച്ചു വെച്ചത്. ആ ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ട ആള് ഇവർക്ക് വേണ്ടി ചെയ്ത ആ ഒരു കൂടത്തരം ഉണ്ടല്ലോ അതാണെങ്കിൽ ഇതയുടെ അപ്പ കണ്ടുപിടിക്കുകയാണ്. ആ ഒരു ബൊമ്മേനെ എടുത്തിട്ട് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഒരു മന്ത്രവാദി ഇയാളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു ട്രക്കിങ്ങിന് വേണ്ടി പോവല്ലേ, ആ ഒരു ടൈമിൽ നമ്മുടെ ഇതയുടെ കയ്യിൽ ആ ഒരു സാധനം ആരും അറിയാതെ എവിടെയെങ്കിലും കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് അയാൾ തന്നെയാണ് ഏൽപ്പിച്ചത്. എന്നാൽ ഈ ഒരു കാര്യം തന്നെ അവളുടെ ജീവൻ എടുക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ലെന്നാണ് അവളുടെ അപ്പം പറയുന്നത്. നമ്മൾ ആ ഒരു ലേക്കിൽ നിന്ന് പൊങ്ങി വരുന്ന ഒരു റാണി കണ്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു റാണിയാണ് ആ ഒരു മലയിനെയും ആ ഒരു കാടിനെല്ലാം തന്നെ സംരക്ഷിക്കുന്നത്. അങ്ങനെ അത്രയും പവിത്രമായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവർ ഈ കൂടത്തരം കൊണ്ടിട്ടത്. അവളത് അവിടെ കൊണ്ടിട്ടതിന്റെ പേരിലാണ് അവൾക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായത്. ആ ഒരു റാണിയാണെന്നുണ്ടെങ്കിൽ ഇവളെ ശപിച്ചിട്ടുണ്ടായിരുന്നു. അവളുടെ മൂക്കിൽ നിന്ന് വായിന്നൊക്കെ ചോര വന്നിട്ട് അവൾ മരിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ അവളെ ശപിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ അവളുടെ അപ്പം ചെയ്ത ഒരേ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കവർ അവളുടെ കൈ ഏൽപ്പിച്ച് അവളെ വിട്ടെന്നുള്ള കാര്യമാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മുടെ
മായയും അവളുടെ ബ്രദറും അവരുടെ ഫ്രണ്ട്സ് എല്ലാം കൂടി ചേർന്നിട്ട് വീണ്ടും ആ ഒരു മലയിലേക്ക് ട്രക്കിങ്ങിന് വേണ്ടി പോവാണ്. അതിന്റെ പൊക്കത്ത് പോയിട്ട് നമ്മുടെ മായയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇത പറഞ്ഞ പല കാര്യങ്ങളും ഓർത്തെടുക്കുകയാണ്. അങ്ങനെ അവള് നമ്മുടെ ഇത പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഇതയാണെങ്കിൽ അവളുടെ പുറകെ നിൽക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ മായക്കാണെങ്കിൽ ഒരുപാട് സന്തോഷമായിട്ട് അവളെ നോക്കി ചിരിക്കുകയും അവളോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മായയാണെങ്കിൽ അവളുടെ കൈയും പിടിച്ച് താഴേക്ക് തിരിച്ചിറങ്ങി പോകുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ശരിക്കും നമ്മുടെ മായ കണ്ടത് നമ്മുടെ ഇതേന്റെ ആത്മാവിനെ ആയിരുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മൂവിയിൽ നായികയായിട്ടുള്ള മായയല്ലേ, മായന്റെ റിയൽ ലൈഫിലെ മായ കാണിച്ചുകൊണ്ടാണ്. അതായത് അവരാണെങ്കിൽ ഒരു റിയൽ ഇന്റർവ്യൂവിൽ ഇങ്ങനെ അവർക്ക് സംഭവിച്ച കാര്യങ്ങളൊക്കെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യുന്ന ഒരു മായനെയാണ് കാണിക്കുന്നത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ നടന്ന സംഭവങ്ങളെല്ലാം തന്നെ റിയൽ ലൈഫിൽ നടന്ന കാര്യങ്ങളൊക്കെയാണ്. അത് ആ ഒരു ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തെടുത്തൊരു മൂവി ആയിട്ടാണ് ഈ ഒരു മൂവി നമ്മളെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണേ കൂട്ടുകാരെ. മാത്രമല്ല ഇതുപോലത്തെ കൂടുതൽ മൂവി എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.